ഹായ് ഓൾ, എൻ്റെ കൂടെ ഇരിക്കുന്നത് ലക്ഷ്മിയാണ്. നമ്മൾ ഓൺലൈൻ ബാച്ചിലെ കുട്ടിയായിരുന്നു. ഇന്നലെ വർക്കിൽ നിന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ലെറ്റ് us നോ എന്താണ് കുട്ടിയുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം കേട്ടോ. ലക്ഷ്മി, എന്ത് പറയണു? എക്സാം ഒക്കെ കഴിഞ്ഞു. എനിക്കൊന്ന് ഇപ്പൊ റിലാക്സ്ഡ് ആണ്. ഇസ് ഇറ്റ്? കഴിഞ്ഞ വർഷം നമ്മളെടുത്തായിരുന്നു റിപ്പീറ്റ് ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. ഇസ് ഇറ്റ്? അപ്പോൾ 602 ആണ് സ്കോർ ഉണ്ടായിരുന്നത്. ഇപ്പോഴെത്രയാണ് സ്കോർ? 686 ആണ്. LMRPയുടെ ക്വസ്റ്റ്യൻസ് എക്സാമിന് എത്രത്തോളം ലക്ഷ്മിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം അത് ക്വസ്റ്റ്യൻസ് എല്ലാം പുതിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം പുതിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ ഇതുവരെ വർക്കൗട്ട് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഈവൻ എന്താ പറയുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴായാലും ഓരോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയാലും എല്ലാം വെറൈറ്റി ക്വസ്റ്റ്യൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാം പഠിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ DPPനെ കുറിച്ച് പൊതുവേ കുട്ടികൾ പറയുന്ന കാര്യങ്ങളാണ്. DPP ഓരോ സബ്ജക്റ്റിലെ DPPയും എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ DPP ഒരു കെട്ട് കണക്ക് ഇങ്ങനെ കൈ തന്നു. അപ്പൊ ആദ്യം കണ്ടപ്പോ ഇതെല്ലാം പേടിച്ചു. കാര്യം കുറെ DPPs. അപ്പൊ അത് കണ്ടപ്പോ ആദ്യം ഒന്ന് പേടിച്ചു. ആദ്യം ഒന്ന് തുറക്കണോ വേണ്ടോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു LMRP സെക്ഷൻ നമുക്ക് ഓരോ ഇതിലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ ഓരോ സബ്ജക്റ്റ് ആയിട്ടായിരുന്നു മൊഡ്യൂൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ആ ഓരോ മൊഡ്യൂൾ ടൈമിലും ഓരോ DPPs ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇതിന് ഇത്രയും യൂസ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു. നല്ല യൂസ്ഫുൾ ആണ് ആ DPPs. എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് തന്നെ കുറെ ഓരോരോ പാർട്ടും അതിന്റെ കൺസേൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വന്നിരിക്കുന്നത് അല്ലേ? നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാല് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടുമായിരുന്നു. അത് മാത്രമല്ല DPP ആ ഒരു അത് ചെയ്തേക്കുന്ന ആ മെത്തേഡും കറക്റ്റ് പഠിക്കാൻ ഈസി ആയിരുന്നു. അതായത് ഹെൽപ്ഫുൾ ആയിരുന്നു. കാര്യം ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും അത് പിന്നെ നമ്മുടെ തലയിൽ കയറി ഇരിക്കും, പിന്നെ അത് പോകത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൊഡ്യൂള് എക്സാംസ് വരുന്നത് അതൊക്കെ ഒരുപാട്. കഴിഞ്ഞ വർഷം സൈലറ്റിലെ ട്രാൻഡ്രം ക്യാമ്പസിലാണ് റിപ്പീറ്റ് ചെയ്തെന്ന്. വീണ്ടും ഈ വർഷം സൈലറ്റിൽ തന്നെ റിപ്പീറ്റ് ചെയ്യണം തോന്നാനുള്ള കാരണം എന്താ? എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കാര്യം ഒരു തവണ ചെയ്തതല്ലേ വീണ്ടും നീ ഇവിടെ തന്നെ പോകുന്നത്. കാര്യം ഞാൻ അത്രയ്ക്ക് സൈലത്തിനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് കഴിഞ്ഞ തവണ ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ പോലും, ട്രിവാൻഡ്രത്ത് റിപ്പീറ്റ് ചെയ്തപ്പോൾ പോലും സൈലം തന്നൊരു കോൺഫിഡൻസ് വളരെ വലുതാണ്. സ്ട്രെസ് ഉണ്ടായിരുന്നു റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്? അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യാൻ എനിക്കൊന്ന് ലാസ്റ്റത്തെ ആ മോക്ക് ടെസ്റ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ എക്സാം ടൈമിൽ GIBs പ്രാക്ടീസ് ചെയ്തപ്പോൾ ശരിക്കും ഫൈനൽ എക്സാമിന്റെ അതേ പാറ്റേണിലാണ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി ചെയ്യിപ്പിക്കുമ്പോഴായാലും ആ ഫൈനൽ എക്സാമിന് പോകുന്ന ഒരു ഫീൽ ആയിരിക്കും അല്ലേ? ഒരു എക്സാം ഹോളിന്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാ? ഏറ്റവും ഫേവറേറ്റ് പറഞ്ഞ ഫിസിക്സ് ആയിരുന്നു. പൊതുവേ കുട്ടികൾ പറയാറ് ഫിസിക്സ് ആണ് ടഫ് എന്നാണ്. ലക്ഷ്മിക്ക് ഏറ്റവും ഫേവറേറ്റ് ഫിസിക്സ് ആയിരുന്നു. ഏറ്റവും ടഫ് സബ്ജക്ട് ഏതായിരുന്നു? ടഫ് സബ്ജക്ട് എനിക്ക് കഴിഞ്ഞ തവണ 602 ആയിരുന്നു സ്കോർ ചെയ്തിരുന്നത്. അപ്പോ അന്ന് എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ കെമിസ്ട്രിക്കാണ്. അപ്പൊ ഞാൻ കെമിസ്ട്രി എടുത്ത് പേടിച്ച് ഇങ്ങോട്ട് വന്നത്. അന്ന് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിക്ക് 10 നെഗറ്റീവ് എനിക്കുണ്ടായിരുന്നു. ബാക്കി എല്ലാ ഫിസിക്സിനായാലും 1 നെഗറ്റീവ്, ബയോളജിക്കായാലും 2 നെഗറ്റീവ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. കെമിസ്ട്രിക്ക് 10 നെഗറ്റീവ് ആയിരുന്നു അന്ന്. പക്ഷേ അടുത്ത റിപ്പീറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ ആലോചിച്ചു 10 നെഗറ്റീവ്, അത് 10 ഓർഗാനിക്കിൽ നിന്നുമായിരുന്നു. 2 അങ്ങാണ്ട് ഇനോർഗാനിക് വന്നു, ബാക്കി 8 ഓർഗാനിക്കിൽ നിന്നാണ് എനിക്ക് നെഗറ്റീവ് വന്നത്. അപ്പോൾ എനിക്ക് ഓർഗാനിക് തുറക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഓൺലൈൻ ക്ലാസ്സസ് കണ്ടപ്പോഴായിക്കോട്ടെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഓർഗാനിക്. ആ ഒരു എങ്ങനെയാണ് ഓർഗാനിക്കിലെ ഒരു പാർട്ട് ഓവർകം ചെയ്ത് പഠിച്ച് ക്ലിയർ ആക്കി എടുത്തത്? എനിക്ക് തോന്നുന്നു സൈലത്തിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് ആ GOC 1, 2 അങ്ങനെ കവർ ചെയ്ത് പോകുന്നതാണ് സൈലത്തിന്റെ മെത്തേഡ്. ഇപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് അല്ല പഠിക്കുന്നത് ഓർഗാനിക്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ GOC 1, ആ GOC 2 അങ്ങനെ ആ മെത്തേഡിൽ പഠിക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. കാര്യം റിയാക്ഷൻ മെക്കാനിസംസ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് അതുപോലെ കവർ ചെയ്യാൻ പറ്റും. എല്ലാം കോൺസെപ്റ്റ് ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്തവണ കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് നമ്മളെ കോൺസെപ്റ്റ് പഠിച്ചവിടെ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ. സത്യം പറഞ്ഞാൽ ഓർഗാനിക് ഞാൻ അത്രയും കവർ ചെയ്തെടുത്തു. എനിക്ക് അങ്ങനെ ഓവർകം ചെയ്ത് അതിലും ഫുൾ മാർക്ക് വാങ്ങി അല്ലേ? ഏറ്റവും കൂടുതൽ സമയം പഠിച്ചത് ഡേ ടൈം ആണോ നൈറ്റ് ടൈം ആണോ, അല്ലെങ്കിൽ എത്ര ടൈം ആണ് സ്പെൻഡ് ചെയ്തിരുന്നത് പ്രിപ്പയർ ചെയ്യാൻ? നൈറ്റ് ടൈം ആയിരുന്നു സ്പെൻഡ് ചെയ്യാൻ. ഞാൻ അങ്ങനെ ടൈം വെച്ചല്ല ഒരു കാര്യം പഠിക്കും. നമ്മൾ പഠിച്ച് തീരുന്നത് വരെ അത് പഠിക്കും, അല്ലാതെ ഒരു ടൈം ലിമിറ്റ് ഒന്നും വെച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് തീരുന്നത് വരെ ഞാൻ മാക്സിമം എന്റെ ലിമിറ്റ് എത്രയാണ്. ഓൺലൈനിൽ വീട്ടിലായിരുന്നല്ലോ,
ഹോസ്റ്റലിലേക്ക് വന്ന സമയത്ത് ഇവിടെ ഓഫ്ലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ലാസ്റ്റ് 3 മാസമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ? ജനുവരി 21 വന്നിട്ട് എപ്പോഴാണ് പോയത്? പോയത്. അപ്പൊ 3 മാസം ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഹോസ്റ്റൽ ലൈഫ് ഇവിടെ ഫീൽ ചെയ്തത്? എനിക്ക് എന്ന് വെച്ചാൽ വളരെ കംഫർട്ടബിൾ ആണ്. നമ്മുടെ ഹോസ്റ്റൽ മെന്റേഴ്സ് ആയിക്കോട്ടെ, വാർഡൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹോസ്റ്റൽ. അത് മാത്രമല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നതും നമുക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായി അവരുടെ അടുത്ത് എന്ന് വെച്ചാൽ അവർ നല്ലതുപോലെ അത് ക്ലാരിഫൈ ചെയ്ത് തരും. ഇപ്പൊ എനിക്കറിയാത്ത ഒരു കാര്യം അവർക്ക് അറിയായിരിക്കും. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ മെന്റർ ആയിക്കോട്ടെ, നമുക്ക് എന്ത് സ്ട്രെസ് വന്നാലും മിസ്സിനോട് ചെന്നൊന്ന് പറഞ്ഞ മിസ് നല്ലതുപോലെ മോട്ടിവേറ്റ് ചെയ്യും ഞങ്ങളെ. ഓക്കെ, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനല്ലേ, LMRP ക്വസ്റ്റ്യൻസും അതേപോലെ GABs ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വന്നിരുന്നത്? ക്വസ്റ്റ്യൻസ് അതേ കണക്ക് വന്നില്ലെങ്കിലും ആ കോൺസെപ്റ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് കോൺസെപ്റ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എളുപ്പമായത് എക്സാം അല്ലേ? എളുപ്പമായിരുന്നു. എനിവേ ഹാപ്പി ടു ഹിയർ, ലൈക്ക് എല്ലാ കാര്യങ്ങളും രസമായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കുകയും ചെയ്തു. സ്ട്രെസ് പഠിക്കാൻ മാത്രം ഉണ്ടായിരുന്നു അല്ലേ? ക്യാമ്പസിലോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ടീച്ചേഴ്സ് ഒക്കെ ഇന്ററാക്ട് ചെയ്തിരുന്നത്? ടീച്ചേഴ്സ് ഒക്കെ അടിപൊളിയാണ്. എനിക്ക് സയൻസിന്റെ ഫാക്കൽറ്റീസ് ഒരു രക്ഷയില്ല, സത്യമായിട്ടും എല്ലാവരും അടിപൊളിയാണ്. ഓക്കെ, എനിവേ ലക്ഷ്മിയുടെ ഹാപ്പിനെസ് നമ്മളിവിടെ ഷെയർ ചെയ്തു, അതേപോലെ സക്സസിലേക്ക് ലീഡ് ചെയ്തു, ഡ്രീം അച്ചീവ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും നമ്മളെ കുട്ടികൾക്ക് ലക്ഷ്മിക്ക് ടിപ്സ് പറയാണ്ടോ? ഇങ്ങനെ പഠിക്കണം എന്നോ, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സക്സസിലേക്ക് എത്തുന്നോ, എന്തെങ്കിലും ടിപ്സ് നമ്മളെ കുട്ടികൾക്കൊന്ന് പറയാമോ? ടിപ്സ് ആയിട്ടൊന്നുമില്ല, എല്ലാവരും NCERT പഠിക്കുക. NCERT ആണ് നീറ്റിന് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. NCERT വായിച്ചാൽ തന്നെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് നീറ്റിന്റെ ഒരു മെയിൻ അടിസ്ഥാനം എന്ന് പറയുന്നത്. NCERT നമ്മൾ കുറെ എല്ലാ കോൺസെപ്റ്റും നമ്മൾ വൺസ് എങ്കിലും വായിച്ചിരിക്കണം അല്ലെ? അതേപോലെ ബയോളജി എല്ലാ കോൺസെപ്റ്റും അതിലേക്ക് ഇൻക്ലൂഡും ചെയ്തിട്ടുണ്ട്. ബയോളജി ഒക്കെ വായിക്കാൻ പറ്റുന്ന അത്രയും വായിക്കണം. കാര്യം നമ്മൾ ഓരോ തവണ വായിക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ കിട്ടും അതിൻ്റെ അകത്തുനിന്ന് ബയോളജി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ സ്ട്രെസ്സും ടെൻഷനും അത് മാക്സിമം എക്സാം ടൈമിൽ ഒഴിവാക്കുക. ഞാൻ ഇത്തവണ നല്ല കൂളായിട്ടാണ് പോയി എക്സാം എഴുതി. എന്ന് വെച്ചാൽ എന്താണോ വരുന്നത് അത് അവിടെ വെച്ച്, എനിക്ക് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മൈൻഡിൽ ആകെ ഉണ്ടായിരുന്നു ഞാൻ ചിരിച്ചോണ്ട് പുറത്തിറങ്ങണം. കാര്യം എനിക്കറിയാം അവിടെ ടെൻഷൻ അടിച്ച് പുറത്ത് എൻ്റെ അമ്മയിരിപ്പുണ്ട്, ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരുന്നു എക്സാം എങ്ങനെയായാലും ഞാനത് ഫേസ് ചെയ്യും, കൂളായിട്ട് എഴുതാൻ. ഞാൻ എത്രത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ മാക്സിമം എനിക്ക് അവിടെ കാണിക്കാൻ പറ്റണം എക്സാം ഹോളിൽ. അത്രയും ഞാൻ ഇത് ചെയ്തിട്ടാണ് പുറത്തിറങ്ങിയത്. ഞാൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങി. അപ്പൊ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായൊരു ചിരി ഉണ്ടായിരുന്നു ആ സമയം ഞാൻ ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും. ആ ചിരി ഇപ്പോഴും ഉണ്ട് അല്ലേ? അത് വളരെ വലുതാ, പാരന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു. തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പൊ തന്നെ റിസൾട്ട് വന്നപ്പോഴായാലും പാരന്റ്സിന്റെ ഒരു ഹാപ്പിനെസ് അത് എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മള് എന്താ പറയാ, പാരന്റ്സിനെ ഒരു ഗിഫ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. അവരെ ഡ്രീം, നമ്മളെ ഡ്രീം ഒക്കെ അച്ചീവ് ചെയ്യുന്ന സമയത്ത് പാരന്റ്സിന് കൊടുക്കുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് വലിയൊരു ഹാപ്പിനെസ് ആണ്. എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. ഡ്രീം അച്ചീവ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കുക, അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഡോക്ടറായിട്ട് ഫ്യൂച്ചറിൽ വരിക. താങ്ക് യു.